ഒരു പഴയ തറവാട്ട് വീട് നമ്മൾ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ബെഡ്റൂം ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തു. ഇപ്പം പ്രാക്ടിക്കലി ഇവരുടെ പഴയ സ്ട്രക്ചർ പഴയ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ കുറച്ചും കൂടി റിച്ച് ആക്കുന്നുണ്ട് ഒരു ട്രഡീഷണൽ ഹോമായിട്ട്. ഇപ്പോൾ ഇവിടെ ആ നടുവിലത്തെ മെയിൻ ഡോർ കുറച്ചും മോഡിഫൈ ചെയ്ത് നമ്മൾ അവിടെ നല്ലൊരു ഡ്രോയിങ് റൂം ഉണ്ടാക്കും. ഇപ്പോൾ പ്രാക്ടിക്കലി പഴയ കെട്ടിടത്തിൽ പ്രൈവസിയുടെ ഇഷ്യൂസ് കണ്ടമാനമുണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിലെ ലോങ് വരാന്തയിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ചാരുപടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ആ ഒരു ആംബിയൻസിനും സ്ട്രക്ചറിനും അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും, നന്നായിരിക്കുന്ന ഒരു തോന്നലാണ് നമുക്കുള്ളത്. നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ അത് പഴയൊരു ഡൈനിങ് ബെഡ്റൂമിലേക്കുള്ളൊരു എൻട്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡോർ എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ട് വീടിന് സിംഗിൾ ഡോറാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഡോർ നമ്മൾ ക്ലോസ് ചെയ്യും. ഇവിടെ ഡ്രോയിങ് റൂം ആക്കിയിട്ട് ആ ഡ്രോയിങ് റൂമിൻ്റെ ഡോർ മാത്രമാണ് ഉണ്ടാവുക. ഞാൻ അതിനകത്തേക്ക് പോകാമേ. നേരത്തെ ഇവിടെ പ്രൈവസി ഇല്ലാത്തൊരു റൂമായിരുന്നു. ഇതിനിപ്പോൾ നമ്മളൊരു ബെഡ്റൂം ആക്കിയിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ അത്യാവശ്യം വലിയ റൂമാണ്, ബെഡ്റൂമാക്കി മാറ്റുന്നു. ഇപ്പോൾ ആ കാണുന്ന ഡോർ നമ്മൾ ക്ലോസ് ചെയ്യും. ഇവിടെ ഡൈനിങ് റൂം വരും. ഇപ്പോൾ ഡൈനിങ് റൂമിനകത്തു നിന്നാവും ഈ ബെഡ്റൂമിലേക്കുള്ള എൻട്രി. അതേപോലെ തന്നെ മുമ്പ് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ, ആ ഡോർ കാണുന്നത് സ്റ്റോർ റൂമിലേക്കുള്ള ഡോറാണ്. ഈ പഴയ സ്റ്റോർ റൂമിനെ നമ്മൾ ഒരു ടോയ്ലറ്റ് ആക്കി മാറ്റിയിട്ട് ഈ ടോയ്ലറ്റിന് ഇവിടെ ഒരു ഡോറ് കൊടുത്ത് അപ്പോൾ പ്രാക്ടിക്കലി ഈ ബെഡ്റൂമിലേക്ക് ഇവിടെ ഒരു ഡോർ വന്നു കഴിയുമ്പോൾ നീറ്റായിട്ട് ഇവിടെ ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കിട്ടും. ഈ റൂം പുതിയ ഡൈനിങ് റൂം ആക്കിയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ ഈ വോള് കണ്ടില്ലേ, ഈ വോള് നമ്മൾ കട്ട് ചെയ്യും. ഈ വോള് കട്ട് ചെയ്തിട്ട് അത് അപ്പുറത്ത് ബാക്കിലൊരു തളമുണ്ട്. ആ തളം ഞാനിപ്പോൾ അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ആ തളത്തിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് റൂമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ അപ്പുറത്തെ തളത്തിലേക്ക് പോകാമേ. ഉണ്ടല്ലേ, ഇവിടെ ഒരു മുമ്പ് വെറുതെ ഒരു കോറിഡോറായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് ഈ വോള് കട്ട് ചെയ്തിട്ട് ഈ സ്പേസും കൂടി ആ ഡൈനിങ് റൂമിൻ്റെ ഭാഗമാക്കി മാറിക്കഴിയുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് റൂം അവർക്ക് കിട്ടും. ഇവിടെ തന്നെയാണ് കിച്ചണും വരുന്നത്. ഇപ്പോൾ ഇവിടെ പഴയ കിച്ചൺ ഉണ്ടായിരുന്നതാണ്. ഈ കിച്ചണിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഒരു മോഡുലാർ ക്യാബിനറ്റ്സ് എല്ലാം കൊടുത്തിട്ട് നല്ല ഒരു കിച്ചണാക്കി മാറ്റും. കിച്ചണിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വരാനും പിന്നെ അതിനപ്പുറത്ത് കുറച്ച് ഓപ്പൺ സ്പേസ് ആയിട്ട് നിർത്താനും. ഞാൻ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു, വീടിനെ ഒരു സിംഗിൾ പോയിന്റ് എൻട്രി ആക്കി മാറ്റിയിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഡ്രോയിങ് റൂമാണ്. ഈ നമ്മൾ ഈ നിൽക്കുന്ന തളത്തിൽ നിന്ന് ബാക്കിൽ ആ കാണുന്ന പുതിയ സ്ട്രക്ചറാണ്. ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫൊക്കെ നമ്മൾ തട്ട് പൊളിച്ചിട്ടില്ല ഉള്ളൊരു സ്ട്രക്ചറാണ്. അത് ഡൈനിങ് റൂമിനകത്ത് നിന്ന് തന്നെ എൻട്രി കൊടുത്തിട്ട് അതിന് പഴയ ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതും ഞാൻ കാണിച്ചു തരാം. പഴയൊരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ആ ടോയ്ലറ്റിനെ നമ്മൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഡോറൊക്കെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആക്കി മാറ്റി ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു ബെഡ്റൂം അങ്ങനെയും പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. ആ അപ്പുറത്തു നിന്നാണ് നേരത്തെ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു ഡോറ് കാണിച്ചിരുന്നതാണ്. ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഈ ഡൈനിങ് റൂമിനകത്ത് തന്നെ ആക്സസ് ആക്കിയിട്ട് അങ്ങനെ മൊത്തം പ്രാക്ടിക്കലി 3 ബെഡ്റൂമുള്ള ഒരു വീടാക്കിയിട്ട് ഈ പഴയ തറവാട്ട് വീടിനെ നമ്മൾ മാറ്റുകയാണ്. ഈ കാണുന്ന ഗ്രില്ലെല്ലാം മാറ്റി അവിടെ ഭിത്തി കെട്ടി അവിടെ 2-3 പാളിയുടെ വലിയ ജനൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡോറും കൂടി വെച്ച് എടുക്കുകയും ഇവിടെ ഈ കാണുന്ന ഓടിന് കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓട് മുഴുവൻ ഇറക്കിയിട്ട് നമ്മളിവിടെ പുതിയതായിട്ട് ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ട്രാഫോർഡ് ഷീറ്റും അതിൻ്റെ അടിയിൽ ചൂട് കുറയ്ക്കാനുള്ള ഫാൾ സീലിങ്ങും സേഫ്റ്റി ഗ്രില്ലും എല്ലാം കൂടി കൊടുക്കും. ബാക്കിയുള്ളിടത്തൊക്കെ മച്ചുണ്ട്, ഇവിടെ മാത്രമാണ് മച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി ഗ്രില്ലൊക്കെ കൂടി കൊടുത്ത് ഒരു റിച്ച് ഹോമാക്കി നമുക്ക് മാറ്റാൻ പറ്റും, തറവാട്ട് വീടായിട്ട് മാറ്റാൻ പറ്റും. പഴയ 2 ബെഡ്റൂം പഴയ റൂമുകളിൽ നിന്ന് നമ്മൾ 2 ബെഡ്റൂം ഡെവലപ്പ് ചെയ്തെടുത്തു. അതുകൂടാതെ ഇവിടെ നിന്ന് നമ്മളൊരു പുതിയതായിട്ടൊരു ബെഡ്റൂമും റെഡിയാക്കി എടുത്തു. അങ്ങനെ പ്രാക്ടിക്കലി 3 വലിയ ബെഡ്റൂമും ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ആ പഴയ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉള്ളതുകൊണ്ട് 3 വലിയ ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സും നല്ല വലിയൊരു ഡ്രോയിങ് റൂമും വലിയൊരു ഡൈനിങ് റൂമും എല്ലാ സൗകര്യങ്ങളുള്ള കിച്ചണും ഫ്രണ്ടിൽ നല്ല നീളത്തിലുള്ള ഒരു വരാന്ത ചാരുപടിയോട് കൂടിയതുമായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി.